ുള്ള വാക്യങ്ങൾ വായിച്ച്, അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ, സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ, സർവോപരി ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയം എടുക്കുവിൻ, രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി നിങ്ങളെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം എന്നാണ് പറയും. ഈശോ നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. ഈശോ സംരക്ഷിക്കുമ്പോൾ ഈശോ പറയുകയാണ്, ഈ ആയുധങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. കിട്ടുന്നുണ്ടോ? കർത്താവിനെ പൊതിഞ്ഞ് പിടിച്ചോളൂ, എന്നെ ഒരു തിന്മയും തൊടത്തില്ല, അങ്ങനെ പിശാച് വരുവാണെങ്കിൽ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നാൽ യുദ്ധത്തിന് മുമ്പിലേക്ക് പരിചയം വാളും ഇല്ലാണ്ട് പോയ പോലെ ആയിരിക്കും. കഷ്ണമായിട്ട് വിടും. നമുക്ക് വെറുതെ പോയിട്ട് പണി മേടിച്ചുകൊണ്ടിരിക്കില്ല. കർത്താവ് തന്നിരിക്കുന്ന ഈ ആത്മീയ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് വേണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ യുദ്ധത്തിന് ഇറങ്ങാൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കില്ല, അച്ഛൻ യുദ്ധത്തിലാണ്, സുവിശേഷ പ്രഘോഷകനാണ്, ആ സിസ്റ്റർ യുദ്ധത്തിലാണ്, മിനിസ്ട്രിക്ക് ഇറങ്ങി. ഇതിനെക്കുറിച്ചല്ല പറയുന്നത്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു ആത്മീയ യുദ്ധത്തിലാണ്. കിട്ടുന്നുണ്ടോ? പണി കിട്ടുന്നുണ്ടോന്നല്ല ഞാൻ പറയുന്നത്, പിടി കിട്ടുന്നുണ്ടോ? പണി കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. ഈ യുദ്ധമുന്നണിയിൽ എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ വേറെ ആരും നമുക്ക് വേണ്ടി പരിചയം പിടിക്കാനൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു വാള് ഉണ്ടായിരിക്കണം, നിങ്ങളുടെ കയ്യിൽ ഈ പരിചയം ഉണ്ടായിരിക്കണം, പടത്തൊപ്പി ഉണ്ടായിരിക്കണം, ഷൂസും ഉണ്ടായിരിക്കും. എപ്പോഴും റെഡിയായിട്ട് യുദ്ധത്തിൽ നിൽക്കണം. കാരണം ചെറിയ യുദ്ധത്തിലല്ല, മനുഷ്യർക്കെതിരെ അല്ല നമ്മൾ യുദ്ധം ചെയ്യുന്നത്, ആത്മീയ യുദ്ധമാണ്. ദുരാത്മാക്കൾക്കെതിരെ, പിശാചിനെതിരെ ഒരു യുദ്ധത്തിലാണ് നമ്മൾ ചേർന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് പൗലോസ് ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ദുർഗമമായ കോട്ടകൾ. എന്നുവെച്ചാൽ നമുക്കിത് തകർക്കാൻ പറ്റിയെന്ന് തോന്നുന്ന കോട്ടകൾക്ക് മുമ്പിൽ നിന്നുകൊണ്ടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്.